ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന LDC എക്സാമിൻ്റെ ഇംഗ്ലീഷിൻ്റെ മലയാളത്തിൻ്റെ ആൻസർ കീയാണ് നോക്കുന്നത്. ഐ ആം ഓൾഡർ ദാൻ യു. ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ആം ആണ് വന്നിരിക്കുന്നത്, നോട്ട് തന്നിട്ടില്ല. അപ്പോൾ ആം പ്ലസ് നോട്ട് എന്ന് പറയുമ്പോൾ ആറിൻ്റെ ഐ. ലിറ്റിൽ ആൻഡ് ഓൾവേസ് ഡാഷ് ടു ഹെർ ഓൾഡർ ബ്രദർ. ഇതിൽ റെസ്പെക്റ്റ് എന്നുള്ള ഒരു മീനിങ് ആണ് വരേണ്ടത്. റെസ്പെക്റ്റ് എന്നുള്ള മീനിങ് വരുന്നത് ഏതാ? ലുക്സ് അപ്പ് ടു ആണോ, ലുക്സ് ഇൻ ടു ആണോ, ലുക്സ് ഔട്ട് ആണോ, ലുക്സ് അറൗണ്ട് ആണോ? അപ്പോൾ നമുക്ക് ഈ നാലെണ്ണത്തിൻ്റെ മീനിങ് അറിയണം. ലുക്സ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച്, ലുക്ക് അപ്പ് ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പെക്റ്റ്. അപ്പോൾ ഏതാ വരുന്നത്? ലുക്സ് അപ്പ് ടു, റെസ്പെക്റ്റ്. ലുക്സ് ഇൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റ് അല്ലെങ്കിൽ എക്സാമിൻ. ലുക്സ് അറൗണ്ട് എന്ന് വെച്ച് ചുറ്റിക്കാണുക. അപ്പോൾ ഇവിടെ ഏതാ വരുന്നത്? ലുക്സ് അപ്പ് ടു. ഡയാനാസ് ഷൂസ് വെർ ദ പെർഫെക്റ്റ് ഡാഷ് ടു ഹെർ എൻറ്റയർ ഔട്ട്ഫിറ്റ്. ഇവിടെ LIMENT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോംപ്ലിമെൻറ്റ്. ആ കോംപ്ലിമെൻറ്റിൻ്റെ മീനിങ് അഭിനന്ദനം എന്നാണ്. LEMENT ആണ് ഇവിടെ സ്യൂട്ടാവുന്നത്. കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ, അതെല്ലാം കൂടെ ആകെപ്പാടെ ഒരു മൊത്തം ഔട്ട്ഫിറ്റിനെ പെർഫെക്റ്റ് ആക്കും എന്നർത്ഥം വരുന്നത് LEMENT ആണ്. Next one, the company gives bonus to its employees only dash because the management is not very generous. നോട്ട് ജനറസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ കൊടുക്കത്തില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഏതാ വരത്തുള്ളൂ? വൺസ് ഇൻ എ ബ്ലൂ മൂണേ വരത്തുള്ളൂ. ഇപ്പോൾ കൊടുക്കും എന്നായിരുന്നു വന്നിരുന്നതെങ്കിൽ എവരി നൗ ആൻഡ് ദെൻ ആണ് വരേണ്ടത്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻ ഫ്രേസ് വിത്ത് സ്യൂട്ടബിൾ word from the following. Susan doesn't go to church as she calls herself someone who doesn't believe in the existence of God. ദൈവവിശ്വാസി അല്ലാത്തവരെ പറഞ്ഞ എന്താണ്? atheist. Next one, which of the following has the same meaning as complete? മുഴുവൻ എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്നത് ഏതാ? whole, HOLE. ഹോൾ എന്നതിൻ്റെ മീനിങ് എന്താ? ദ്വാരം എന്നുള്ള മീനിങ്ങിലാണ് വരുന്നത്. HALL ഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുന്ന ഹാൾ എന്നുള്ള അർത്ഥത്തിൽ വരും. നെയ്തർ മിസ് ഗുപ്ത സൺസ് നോർ ഹിസ് ഡോട്ടർ ഡാഷ് ടു ദ ജിം റെഗുലർലി. നെയ്തർ നോർ, എയ്തർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഒക്കെ വരുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് വരുന്നത്. ഇവിടെ രണ്ടാമത്തെ സിംഗുലർ ആയതുകൊണ്ട് ഗോസ്. ഇഫ് ഷീ കോൾഡ് മീ ഐ ഡാഷ് ദ പാർട്ടി. ഇഫ് ഷീ കോൾഡ് മീ ഇവിടെ V2 ഫോമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഐ വുഡ് അറ്റൻഡ്. ഓപ്ഷൻ ബി, ഐ വുഡ് അറ്റൻഡ്. ഡാഷ് ദ ബോയ് ഹൂ ടോക്ക് ടു മീ യെസ്റ്റർഡേ ടേൺഡ് ഔട്ട് ടു ബി മൈ ഓൾഡ് നെയ്ബേഴ്സ് സൺ. ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ബോയെ കുറിച്ച് എടുത്ത് പറയുന്നുണ്ട്. ദ ബോയ് എന്ന് പറയും. ഐ വുഡ് റാദർ ഹാവ് ടീ ടു കോഫി. ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ നോക്കാം. ഇനി മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. അന്തശ്ചിദ്രം ഏതാ വരുന്നത്? 91ൻ്റെ ആൻസർ അന്തശ്ചിദ്രം. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ജ്ഞാനത്തിൽ യജ്ഞയുള്ളവൻ ജിജ്ഞാസു. കിങ്കരൻ സ്ത്രീലിംഗം എഴുതുക കിങ്കരി. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? മിടുക്കർ. വാക് പ്ലസ് മയം വാക്മയം. നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞാൽ ഏതാ വരുന്നത്? നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞാൽ കുരുടന്മാരോടരുത്. ശരിയായ വാക്യം ഏത്? യഥാസമയത്ത് ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ഓപ്ഷൻ സി ആണ് വരുന്നത്. ശരിയല്ലാത്ത രൂപം, തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ജാള്യത. മകൾ എന്ന അർത്ഥമുള്ള പദം ഏത്?